കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു കുട്ടി മരിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കുട്ടികളെ തളിപ്പറമ്പിലെ ആശുപത്രിയിലേക്ക് മാറ്റി. CCTV ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. സുനിൽ ഐസക് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സുനിൽ, ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. കാണുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. അതിഭയാനകമായ ഒരു അപകടമാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുകയാണ്. ആ ബസ് തലകീഴായി മറിഞ്ഞാണ് ഈ റോഡിലേക്ക് എത്തുന്നത്. മറ്റൊരു റോഡിൽ നിന്ന് ഈ തൊട്ടടുത്തുള്ള റോഡിലേക്ക് തലകീഴായി മറിഞ്ഞെത്തുന്നു. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? ഇതിന്റെ കാരണം എന്താണ് എന്നത് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതോടൊപ്പം പരിക്കേറ്റ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി കൂടി. സ്നേഹ, വൈകിട്ട് 4:30 അപകടം നടന്നത്. കുറുമാത്തൂർ കൂനത്തെ ചിന്മയ വിദ്യാലയത്തിന്റെ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇവിടെ ഈ പാലത്തിന് സമീപത്ത് നിന്ന്, വളക്കൈ പാലത്തിന് സമീപത്ത് നിന്ന് കിരാത്ത് അംഗൻവാടി റോഡിലേക്ക് കയറിയ ബസ് അവിടെ നിന്ന് നിയന്ത്രണം വിട്ട് താഴേക്ക് മറിയുകയായിരുന്നു. സംസ്ഥാന പാതയിലേക്കാണ് മറിഞ്ഞത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. എന്തായാലും അമിത വേഗതയിലായിരുന്നു സ്കൂൾ ബസ് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ദൃക്സാക്ഷികളിൽ നിന്നും മറ്റും ലഭിക്കുന്ന വിവരം. 15 കുട്ടികൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടി അല്പസമയം മുമ്പ് മരിച്ചിട്ടുണ്ട്. 11 വയസ്സുള്ള നേത്യ എന്ന കുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 14 കുട്ടികളാണ് ചികിത്സയിലുള്ളത്. അത് 3 ആശുപത്രികളിലായാണ് ഈ കുട്ടികൾ ചികിത്സയിലുള്ളത്. 8 കുട്ടികൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവിടെ ചികിത്സയിലുള്ള മറ്റു കുട്ടികളുടെ ആരോഗ്യസ്ഥിതി അപകടകരമായ പരിക്ക് ഒരു കുട്ടികൾക്കുമില്ല. പക്ഷേ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന കുട്ടികളിൽ 2 കുട്ടികളുടെ പരിക്ക് അല്പം ഗുരുതരമാണ്. ആ കുട്ടികളെ ഇപ്പോൾ കണ്ണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിയിലും 2 കുട്ടികൾ ഉണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 4:30 മണിയോടുകൂടിയാണ് അപകടം സംഭവിക്കുന്നത്. ഒരു കുട്ടി മരിച്ചിരിക്കുന്നു. മരിച്ചത് നേത്യ എന്ന കുട്ടിയാണ്. നേത്യ എന്നാണ് കുട്ടിയുടെ പേര്. 11 വയസ്സുള്ള കുട്ടിയാണ്, പെൺകുട്ടിയാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. അതായത് ഇതിന്റെ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ വളക്കൈ പാലത്തിനും സൈഡിൽ നിന്ന് മുകളിലേക്ക് കിരാത്ത് അംഗൻവാടിയിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡിലേക്ക് ഈ സ്കൂൾ ബസ് അമിത വേഗത്തിൽ കയറുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് താഴെ സംസ്ഥാന പാതയിലേക്ക് മറിയുന്നു. അങ്ങനെയാണ് അപകടം ഉണ്ടാവുന്നത്. സ്നേഹ, കണ്ണൂർ വളക്കയിലാണ് സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു കുട്ടി മരിച്ചത്. 11-കാരിയായ നീത്തിക്കാണ് ജീവൻ നഷ്ടമായത്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 കുട്ടികളുടെ നില കുറച്ച് ഗുരുതരമാണ് എന്നാണ് സുനിൽ ഐസക് പറയുന്നത്. കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കുട്ടികൾ നിലവിൽ തളിപ്പറമ്പിലെ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്.